നീ എൻ്റെ ജീവൻ്റെ ജീവനായി ഒരു മാത്ര നേരമെൻ ചാര വന്നു. ആ നേരമത്രയും സ്നേഹം തന്നു. നീ തന്ന സ്നേഹം എൻ മനസ്സിനുള്ളിൽ എന്നെന്നും ഓർമ്മിക്കും നിമിഷമായി. നിന്നറുപുഞ്ചിരി എൻ മനസ്സിൽ കുളിരുള്ള മഴയായി പെയ്തിറങ്ങി. എന്നും എൻ ചാര നീ നിന്നിടുമോ, എന്നാളും എൻ ജീവനായിടുമോ. ഹലോ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ ലവ് ബൈറ്റ്സ്. പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം വിത്ത് റീനു. ഈ പ്രണയിക്കുന്ന ആൾ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ശരിക്കും ഇതൊക്കെയാണ് മുന്നോട്ട് പോകാനായിട്ട് നമ്മളേക്ക് എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. ഈ പ്രണയം എന്നേക്കുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു മാത്രം നഷ്ടപ്പെട്ട പ്രണയമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ആൾ, അയാളുടെ മെമ്മറീസ്, ഇതൊക്കെ എന്നും ഒരു പ്രതീക്ഷയാണ് ജീവിക്കാനായിട്ട്, ലോകത്തെ നല്ല കണ്ണോട് കൂടി കാണാനായിട്ട്, പ്രതീക്ഷയോട് കൂടി സമീപിക്കാനായിട്ട്, എന്നെന്നും സന്തോഷമായിട്ടിരിക്കാനായിട്ട്, അല്ലേ? ഇഷ്ടപ്പെടുന്ന ആ ആളെ ഓർത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അങ്ങനെ ഒരാളില്ലാത്തവർക്കും ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. 1 മണിവരെ എൻ്റെ കൂടെ ആയിരിക്കുക. കാരണം ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കൂടെ റീനു. സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ബാക്ക്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു. അതെ, ചിലപ്പോഴൊക്കെ നമുക്ക് പ്രണയം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മളൊരു റൊമാൻറ്റിക് സിനിമ കാണുമ്പോൾ അതിലെ നായകൻ്റെയും നായികയുടെയും പ്രണയമൊക്കെ കാണുമ്പോൾ. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ സിനിമ, അതിലെ താരങ്ങൾ, അവരൊക്കെ നമ്മുടെ മനസ്സുമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്നവരാണ്. നമ്മുടെ പ്രണയങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതുവാ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു സെലിബ്രിറ്റി ഉണ്ട്. റീനുവിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആ സെലിബ്രിറ്റിയുടെ പേരാണ് Hi, this is Reenu Matthews on Club FM in Love Bites. റീനു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാട്ടോ. ഷീ ഈസ് വെരി വെരി പ്രിറ്റി. ഹേയ് റീനു, ഇത്രയും സുന്ദരി ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. What is love for Reenu? What's love for me? It's a nice feeling if you get the right person. അവിടെയാണ് പ്രശ്നം. റൈറ്റ് പേഴ്സൺ. ഓരോ തവണ പ്രണയത്തിലാകുമ്പോഴും റീനു നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇത് റൈറ്റ് പേഴ്സൺ ആണെന്ന. പക്ഷെ ചിലപ്പോഴൊക്കെയാണ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് he or she is not the right person. അതെ, ഷോ വിട്ടുപോയി. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാം. ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഒരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം തരണം. കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. റീനു ആൻഡ് റീനു ഇൻ ക്ലബ് എഫ്എംസ് ലവ് ബൈറ്റ്സ്. വെൽക്കം ബാക്ക്. ഇമ്മാനുവലിലെ നായിക റീനു എന്ന റീനുവിൻ്റെ കൂടെ ലവ് ബൈറ്റ്സ് വന്നിട്ടുണ്ട്. റീനു എൻ്റെ അടുത്ത് പറഞ്ഞു, ലവ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു വണ്ടർഫുൾ ഫീലിംഗ് ആണെന്ന്. ഈ ഫീലിംഗ് എത്ര തവണ കിട്ടിയിട്ടുണ്ട്? ഓഹോ, എന്നെ വെള്ളം കുടിപ്പിക്കാനാണോ? അങ്ങനെയൊന്നുമില്ല, ഞാനൊരു പാവ. എന്നാലും ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയണേ. ബട്ട് ദാറ്റ്സ് വൈ ഐ സെഡ് ഇഫ് യു ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ബി ഇൻ. ആർ യു ട്രൈങ് ടു ടെൽ മീ ദാറ്റ് അങ്ങനൊരു റൈറ്റ് പേഴ്സണെ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന്? ആ ചുമയ്ക്ക് വേറെ എന്തോ ഒരർത്ഥം കൂടിയില്ലേ എന്ന് ഞാൻ പറയുമ്പോൾ റീനു ഇവിടെ എന്നെ ഇടിക്കാൻ വരുക. അതെ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കണോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള നമ്പർ 567678 ആണ്. ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സ്റ്റേ ട്യൂൺഡ്. ട്യൂൺ ചെയ്തിരിക്കുന്ന ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. റീനുവിൻ്റെ കൂടെയുണ്ട് ഇമ്മാനുവലിലെ നായിക റീനു. എല്ലാവർക്കും അറിയില്ലാത്തൊരു കാര്യം ഞാനിപ്പോൾ പറയട്ടെ. നമുക്കറിയാം, എന്നാലും എല്ലാവർക്കും അറിയത്തില്ലല്ലോ. റീനു ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നുള്ളത് തന്നെ ഈ ജോബിന്റെ മെയിൻ ഒരിത്. പക്ഷേ ഈ പറയുന്നത്ര ഗ്ലാമറസ് അല്ല ജോലി. പുറമേ കാണാൻ ഭയങ്കര ഗ്ലാമറസ് ആണ്. ജോലി വൈസ് ഇറ്റ്സ് നോട്ട്. പ്രണയത്തെക്കുറിച്ച് ഇപ്പം ഞാൻ നോക്കിയിട്ട് അധികമൊന്നും എന്നോട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ എയർ ഹോസ്റ്റസ് ആയിരുന്ന സമയത്തെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ സമയത്തെ നമുക്ക് ഫ്ലൈറ്റിൽ സംഭവിച്ചിട്ടുള്ള പ്രണയങ്ങളെ കുറിച്ച് വേണം പറയാം. അല്ല, അങ്ങോട്ടേക്ക് ഞാൻ എത്തുമായിരുന്നു. ഈ എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോവും, ഒരുപാട് ആളുകളെ കാണും. പിന്നെ ഈ ഫ്ലൈറ്റിലിരിക്കുന്ന മുഴുവൻ പേരും നമ്മളിങ്ങനെ നോക്കിയിരിക്കും, ആരാധന കൊണ്ട് അങ്ങനെയൊക്കെ. സോ അങ്ങനെ ഉള്ള യാത്രകളിൽ ഏറ്റവും വ്യത്യസ്തനായിട്ട് കണ്ട ഒരാളായിരുന്നു. വ്യത്യസ്തനായ ഒരാളെന്ന് പറയാനില്ല. ഇപ്പൊ പ്രണയം എന്നുള്ള ഷോ എന്ന് പറഞ്ഞപ്പോൾ, പ്രണയത്തിനെ കുറിച്ചുള്ള ഷോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫ്ലൈങ് തുടങ്ങിയ ടൈമിൽ ഇപ്പോൾ ഒരു പാസഞ്ചർ എനിക്കൊരു ടിഷ്യൂ പേപ്പറിൽ ഒരു വലിയൊരു ലവ് ലെറ്റർ പോലെ ഒരു ലെറ്റർ എഴുതി തന്നു. ടിഷ്യൂ പേപ്പറിലൊരു ലവ് ലെറ്റർ. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അറിയണ്ടേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.